ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ കമാ യുഹിബ്ബു റബ്ബുനാ ജല്ല വഅല. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിനാ വഹബീബിനാ വസയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി ത്വയ്യിബീന ത്വാഹിരീൻ വഅലാ അസ്ഹാബിഹിൽ അക്രമീൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, അർഹമുർറാഹിമീനായ അള്ളാഹുവിൻ്റെ റഹ്മത്തും രക്ഷയും സമാധാനവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. ആമീൻ. മനോഹരമായൊരു പള്ളിയുടെ ഈ റൂമിൽ നോമ്പുകാരായി നല്ല മനസ്സോടുകൂടെ ആത്മാർത്ഥതയുള്ള പടച്ച റബ്ബിൻ്റെ കോടതിയിൽ വിജയം വരിക്കണം എന്നുള്ള നിയ്യത്തോടുകൂടെ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ സ്വാലിഹായ അമലായി സ്വീകരിക്കുകയും ജന്നാത്തുൽ ഫിർദൗസിൽ സന്തോഷത്തോടുകൂടെ പ്രവേശിക്കുന്ന അള്ളാഹുവിൻ്റെ ദാസന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വളരെ കുറഞ്ഞ സമയമാണുള്ളത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആനിനെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിൻ്റെ കിതാബ് പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് അനവധി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, പഠിക്കാനുണ്ട്, അതുമായി ചിന്തിക്കാനുണ്ട്. ഒരു കാര്യം നമ്മൾ അറിയുക, നമുക്കൊന്നും ഖുർആനിലേക്ക് കുറച്ച് സമയം ഖുർആനിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സമയമില്ല, അല്ലെങ്കിൽ അതിനൊക്കെ ഒരു മടിയാണ്. നമ്മൾ മൊബൈലിൻ്റെ പിന്നാലെ പോകുന്നു, അതുപോലെ മറ്റ് പല സംഗതികളുടെയും പിന്നാലെ പോകുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ കിതാബിൻ്റെ പഠനത്തിന് വേണ്ടി, പാരായണത്തിന് വേണ്ടി, അതുമായി ബന്ധപ്പെട്ട ചിന്തകൾക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പരിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാൻ. ഫുർഖാൻ എന്ന് പറയുന്നത് ഖുർആനിൻ്റെ തന്നെ മറ്റൊരു പേരാണ്. ഖുർആനിലൊരു അധ്യായത്തിൻ്റെ പേരും ഫുർഖാൻ എന്നുള്ളതാണ്. ആ സൂറത്തുൽ ഫുർഖാനിലെ ലോകത്തിൻ്റെ ഗുരു, അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. ആ കാര്യമെന്ന് പറയുന്നത് വഖാലർ റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. വഖാലർ റസൂൽ, അള്ളാഹുവിൻ്റെ റസൂല് പറയും, യാ റബ്ബി, എൻ്റെ നാഥാ, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, തീർച്ചയായും എൻ്റെ സമുദായം, എൻ്റെ ജനത, അവർ ഈ ഖുർആനിനെ അവഗണിച്ചിരിക്കുന്നു. ഖുർആനിനെ വേണ്ട രൂപത്തിൽ ആദരിക്കുകയോ ബഹുമാനിക്കുകയോ അത് അർഹിക്കുന്ന പരിഗണനയോ നൽകാതെ അതിനെ അവഗണിച്ചിരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പരാതി പറയും എന്നുള്ളതാണ്. നമുക്കെതിരെ സാക്ഷി പറയും എന്നുള്ളതാണ്. നമുക്കെതിരെ എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിക്കാൻ തയ്യാറാകാതെ, ഖുർആൻ പാരായണത്തിന് തയ്യാറാവാതെ, ഖുർആനിന് വേണ്ടി സമയമോ ആരോഗ്യമോ സമ്പത്തോ ഒന്നും തന്നെ ചെലവഴിക്കാതെ അങ്ങനെ അതിനോട് മുഖം തിരിഞ്ഞ് പുറം തിരിഞ്ഞ് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഖുർആനിനെക്കുറിച്ച് ചിന്തിക്കണം, ഖുർആൻ വായിക്കാനും പഠിക്കാനും നമ്മൾ തയ്യാറാകണം. എന്ന് മാത്രമല്ല, ഖുർആൻ മനഃപ്പാഠമാക്കുക, ഖുർആനിൻ്റെ അർത്ഥവും ആശയവും പഠിക്കുക, ഖുർആൻ്റെ പരാമർശങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുക. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സ്വഹാബ കിറാം ചെയ്തു വന്നിട്ടുള്ളത്. അതവർ പഠിക്കാൻ, മനഃപ്പാഠമാക്കാൻ, പാരായണം ചെയ്യാൻ, അതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളൊക്കെ പഠിക്കുവാൻ, അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ
ഒക്കെ അവർ തയ്യാറായിരുന്നു. അങ്ങനെയാണ് അവർ ലോകത്തെ ഏറ്റവും ഉത്തമ സമൂഹമായിട്ട് മാറിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഖുർആനിനെ സമീപിക്കുമ്പോൾ നമ്മൾ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ കേവലം ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുക മാത്രമല്ല, അതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം. നിങ്ങൾ നോക്കൂ, ഏറ്റവും പ്രധാനമായിട്ട് അള്ളാഹുവിൻ്റെ കിതാബാണല്ലോ. ആ കിതാബ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, സാധാരണ ഗ്രന്ഥങ്ങൾ, കിതാബുകൾ, പുസ്തകങ്ങൾ പോലെയല്ല. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിക്ക് ഇറക്കി കൊടുത്തുള്ള ഒരു ദിവ്യ ഗ്രന്ഥമാണ്. കലാമുള്ള അള്ളാഹുവിൻ്റെ സംസാരമാണ് വിശുദ്ധ ഖുർആൻ. അപ്പം നമ്മളെന്ത് ചെയ്യുന്നു? അള്ളാഹിനോട് സംസാരിക്കണമെങ്കിൽ നമ്മൾ നമസ്കാരം എന്താണ്? അള്ളാഹിനോടുള്ള മുനാജാത്താണെന്ന് പറയും. അള്ളാഹിനോടുള്ള മുനാജാത്ത് പറഞ്ഞാൽ അള്ളാഹിനോടുള്ള സംഭാഷണമാണ്. നമ്മൾ നമസ്കാരത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബേ നിനക്കാണ് സർവസ്തുതിയും, അർ റഹ്മാനിർ റഹീം, നീയാണ് പരമകാരുണികൻ, കരുണാനിധി. അങ്ങനെ ഓരോ കാര്യങ്ങൾ എത്രത്തോളം എന്ന് പറഞ്ഞാൽ, നമ്മൾ സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തമുണ്ടല്ലോ, രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം, അതിലെന്താ പറയുന്നത്? റബ്ബിഗ്ഫിർലി, റബ്ബേ എനിക്ക് പുറത്തു കൊണ്ടാ എന്ന് നമ്മൾ പറയാണ്. അതെന്താ? അള്ളാഹിനോടുള്ളൊരു സംഭാഷണമാണ്, അള്ളാഹിനോടുള്ളൊരു തേട്ടാണ്, അള്ളാഹിനോടുള്ളൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ നമുക്ക് അള്ളാഹിനോട് സംസാരിക്കണമെങ്കിൽ അതിനുള്ള ഒരു കാര്യമാണെന്ത്? നമസ്കാരം. അതിലുള്ള സുജൂദാകട്ടെ, റുക്കുവാകട്ടെ, അത്തഹിയാത്താകട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ് ഒരിക്കലും, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിൽ നിന്ന് സലാം വിട്ടുന്നതിന് മുമ്പായിട്ട് 4 കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ തേടുമായിരുന്നു, രക്ഷ ചോദിക്കുമായിരുന്നു എന്നാണ്. 4 കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം ചോദിക്കുമായിരുന്നു. എന്താണത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നമ വമിൻ അദാബിൽ ഖബർ വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഈ 4 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവേ, നരകത്തിൻ്റെ, ജഹന്നമിൻ്റെ അദാബിൽ നിന്ന്, ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന്, ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും പരീക്ഷണത്തിൽ നിന്ന് അള്ളാഹുവേ എനിക്ക് നീ രക്ഷ നൽകണമേ. അതുപോലെ ദജ്ജാലിൻ്റെ പരീക്ഷണത്തിൽ നിന്ന്. ഇതൊക്കെ അള്ളാഹിൻ്റെ റസൂൽ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അള്ളാഹിനോടുള്ളൊരു സംഭാഷണം, അള്ളാഹിനോടുള്ളൊരു തേട്ടം, അള്ളാഹിനോടുള്ളൊരു മുനാജാത്താണ് നമസ്കാരം. മനസ്സിലാകുന്നുണ്ടല്ലോ എത്രത്തോളം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ സുജൂദിൽ കടന്നുകൊണ്ട് നമ്മുടെയൊക്കെ സങ്കടങ്ങൾ, വിഷമങ്ങൾ നമുക്ക് അള്ളാഹിനോട് പറയാം. കാരണം പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന ഒരു സമയമാണെന്ത്? സുജൂദ്. ഫഅക്സിറു ദുആ ഫി സുജൂദ് എന്നാണ്. സുജൂദിൽ നിങ്ങൾ പ്രാർത്ഥന വർദ്ധിപ്പിക്കാമെന്നാണ്. അപ്പോൾ അതങ്ങനെ. എന്നാൽ അള്ളാഹു എന്നോട് സംസാരിക്കണം എന്നൊരാൾ വിചാരിക്കുകയാണ്. അപ്പോൾ അയാൾ എന്താ ചെയ്യേണ്ടത്? അയാൾ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടത്. അള്ളാഹു എന്നോട് സംസാരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഖുർആൻ നമ്മളിങ്ങനെ പാരായണം ചെയ്യുക, അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ അള്ളാഹ് നമ്മളോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്തെല്ലാം കാര്യമാണ്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നമ്മളോട് പറയാണ്, മറ്റുള്ള ആളുകളോടല്ല. അതായത് എല്ലാവരോടും എന്നാണെങ്കിലും എന്നോട് പറയാണ്. ഞാൻ വായിക്കുമ്പോൾ ഇതാ റബ്ബ് എന്നോട് പറയുന്നു, നിങ്ങളിത് വായിക്കുമ്പോൾ നിങ്ങളോട് റബ്ബ് പറയുന്നു. അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സൃഷ്ടിച്ചവനായ നിൻ്റെ നാഥൻ്റെ നാമത്തിൽ നീ വായിക്കുക എന്ന് പറയുക. അതുപോലെ എന്തെല്ലാം ആയത്തുകളാണുള്ളത്. സുബ്ഹാനല്ലാഹ്, എത്രത്തോളം ആളുകൾ മറ്റുള്ള ആളുകളുടെ സമ്പത്ത് അന്യായമായ രൂപത്തിൽ ഭക്ഷിച്ചുകൊണ്ടിരിക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തുൽ. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? അത് നമ്മളോട് പറയാം. എന്ത്? സത്യവിശ്വാസികളെ, നിങ്ങൾ ബാത്തുലായ നിലക്ക്, ഹറാമായ നിലക്ക്, അർഹതയില്ലാത്ത രൂപത്തിൽ അന്യോന്യം നിങ്ങൾ സമ്പത്ത് ഭക്ഷിക്കരുത് എന്ന്. അപ്പോൾ അള്ളാഹു നമ്മോട് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? ഖുർആൻ വായിക്കുക, അല്ലെങ്കിൽ ഖുർആൻ ഓതുമ്പോൾ അതാണ് സത്യത്തിൽ നടക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ഖുർആനിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ സാധാരണ പുസ്തകങ്ങളുടെയോ ടി വിയുടെയോ മൊബൈലിൻ്റെയോ അല്ലെങ്കിൽ ആളുകളോട് സംസാരിക്കുമ്പോഴോ
ഒക്കെ ഇരിക്കുന്ന ലാഘവത്തോടുകൂടെ നിസ്സാരഭാവത്തോടുകൂടെ നമ്മൾ ഇരുന്നു കൂടാ. അള്ളാഹിൻ്റെ കലാമാണ്. അപ്പോൾ അതിന് ഒട്ടേറെ അദബുകളുണ്ട്, സുന്നത്തുകളുണ്ട്, മര്യാദകളുണ്ട്, അച്ചടക്കങ്ങളുണ്ട്. ഖുർആൻ്റെ മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് വുളു ഒക്കെ നിർബന്ധമാണ് എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഖുർആൻ ഓതുമ്പോൾ വുളു വാജിബ് അല്ലെങ്കിൽ പോലും നമുക്ക് വുളു ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, വളരെ നല്ല കാര്യമാണ്. നമ്മൾ ഖുർആനൊക്കെ ഓതുമ്പോൾ വുളു ഉണ്ടാകുക എന്നുള്ളത്. അത് കരുതി വുളുല്ല, അതുകൊണ്ട് ഞാൻ ഖുർആൻ പാരായണം ചെയ്യൂല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ ഷോപ്പിൽ വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരാൾ ഹോസ്പിറ്റലിൽ ഫാർമസിസ്റ്റാണ്, അപ്പോൾ അയാൾക്ക് ഒരു 10 മിനിറ്റ് ഒഴിവുണ്ട്. ആ സമയത്ത് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 5 ആയത്ത്, ഒരു 10 ആയത്ത് അയാൾക്ക് ഖുർആൻ ഓതാൻ പറ്റും. അപ്പോൾ എനിക്ക് ഓതുമില്ലല്ലോ, അത് ഞാൻ ഓതുന്നില്ല, ആ സമയം മൊബൈലിൽ കളിക്കാം എന്നല്ല വിചാരിക്കേണ്ടത്. ഒന്നുമില്ലെങ്കിലും ഓതാം, പക്ഷേ ഒന്നു ഉണ്ടായിരിക്കുകയാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ നമ്മൾ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞുകൊണ്ടായിരിക്കണം ഈ ഖുർആനിൻ്റെ പാരായണം. അതിനുവേണ്ടി ശ്രദ്ധിക്കുക. ഏത് ദിശയിലേക്കും ഇരിക്കുക. നമ്മൾ ദുആ പോലും, ഇപ്പോൾ നമസ്കാരം ഉണ്ടല്ലോ, നമ്മൾ യാത്രയിലൊക്കെ നമസ്കരിക്കണം എന്നുള്ളതാണ്. യാത്രയായാലും നമസ്കാരം ഒഴിവാക്കാമല്ല. നമസ്കാരത്തിന് എന്ത് വേണം? ഖിബ്ല വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോൾ ട്രെയിന് ചിലപ്പോൾ കിഴക്കോട്ടാണ് പോകുക, നമ്മളവിടെ നിന്ന് പടിഞ്ഞാട്ടാണല്ലോ ഖിബ്ല. അപ്പോൾ കിഴക്കോട്ടാണ് ട്രെയിന് പോകുന്നത്. ഞാൻ 2 ദിവസം നമസ്കരിക്കുന്നില്ല. കേരളത്തിൽ നിന്ന് കാശ്മീരിലോ അല്ലെങ്കിൽ കൊൽക്കട്ടയിലൊക്കെ എത്താൻ ചിലപ്പോൾ 2 ദിവസം വേണ്ടി വരും. 2 ദിവസം നമസ്കാരം ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല, നമ്മൾ നമസ്കാരം ആ സമയത്ത് നിർവഹിക്കണം. അപ്പോൾ അവിടെ ഖിബ്ല എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മനസ്സുകൊണ്ട് ഖിബ്ല കഅബയിലേക്കാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ നമസ്കരിക്കുക വേണ്ടത്. എന്നാൽ നമുക്ക് സാധിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഖുർആൻ പഠിക്കുമ്പോൾ, പാരായണം ചെയ്യുമ്പോൾ ഖിബ്ലക്ക് നേരെ ഇരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അങ്ങനെ ആവാൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ, അതൊരു മര്യാദ, ഒരു അദബ് എന്നുള്ള നിലക്കാണ് അങ്ങനെ പറയുന്നത്. മഹാനായിട്ടുള്ള ഇമാം ഇബ്നു മുഫ്ലിഹ് റഹിമഹുല്ല ഒരു കാര്യം പറയുകയുണ്ടായി. യുസന്നു അൻ യഷ്തഗില ഫിൽ മസ്ജിദി ബിസ്സലാത്തി വൽ ഖിറാഅത്തി വദ്ദിക്രി വയജ്ലിസ മുസ്തഖ്ബിലൽ ഖിബ്ല. ഖിബ്ലക്ക് അഭിമുഖമായി കൊണ്ടായിരിക്കണം പരിശുദ്ധ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ, പള്ളിയിൽ നമസ്കാരത്തിനാകട്ടെ ഖുർആൻ പാരായണത്തിനാകട്ടെ ദിക്റുകൾ, നമ്മൾ ഒരാളിങ്ങനെ ഒരു 10 മിനിറ്റ് ദിക്റുകൾ ചൊല്ലുകയാണ്. എന്തെല്ലാം ദിക്റുകളാണ് അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചുള്ളത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹദീസിൽ വന്നിട്ടില്ലേ, അള്ളാഹുവിന് ഇഷ്ടമുള്ള, ഏറ്റവും ഇഷ്ടമുള്ള 4 വാക്കുകൾ. അഹബ്ബുൽ കലാമി ഇലല്ലാഹി അൽ അർബ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഇതെന്താണ്? 4 വാക്കുകൾ അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമുള്ള വാക്കാണെന്നാ. ഇതിപ്പോൾ നമ്മളെപ്പോഴും കേൾക്കണമല്ലേ, എപ്പോഴും കേൾക്കണമല്ലേ ഈ സുബ്ഹാനല്ലാഹ്, എപ്പോഴും കേൾക്കണമല്ലേ അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. ഇതിലെന്താ അങ്ങനെ നമ്മൾ ചിന്തിച്ചുകൂടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ബുഖാരി, മുസ്ലിം പോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ പറയുന്നത് എന്താ? ഇത് ഇങ്ങോട്ടിരുന്നോളൂ, ഫ്രണ്ടിലേക്ക് ഇരിക്കുക. അപ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള 4 വാക്കുകളാണെന്ത്? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുപോലെ എത്ര എന്തെല്ലാം ദിക്റുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതുപോലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം, സുബ്ഹാനല്ലാഹിൽ അളീം, സുബ്ഹാനല്ലാഹി വബിഹംദി. ഇങ്ങനെ 2 രൂപത്തിലും അങ്ങനെയുള്ള ദിക്റുകൾ അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചു. അപ്പോൾ ഒരാൾ ദിക്റുകൾ ചൊല്ലാൻ വേണ്ടി പള്ളിയിൽ വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചൊല്ലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഖിബ്ലക്ക് നേരെ തിരിഞ്ഞ് അത് നമ്മൾ ചെയ്യാവുന്നതാണ്. അതുപോലെ പ്രിയമുള്ളവരെ, നമ്മൾ ദന്തശുചീകരണം നടത്തണം ഖുർആനൊക്കെ പാരായണം ചെയ്യുന്നതിന് മുമ്പായിട്ട്. കാരണം അത്രയും അള്ളാഹിൻ്റെ കിതാബാണ്, അള്ളാഹിൻ്റെ കലാമാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? വായൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട്, കാരണം നമ്മൾ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ, ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വെറുതെ ഇരുന്നാലും ചീത്ത മണം വരും. അപ്പോൾ നമ്മൾ വായൊക്കെ ഒന്ന് വൃത്തിയാക്കി പല്ലൊക്കെ ഒന്ന് തേച്ച്, അതിന് ബ്രഷും പേസ്റ്റും ഒക്കെ ഉണ്ടെങ്കിൽ അത്രയും നല്ല, ഇല്ല എങ്കിൽ വിരൽ കൊണ്ടെങ്കിലും ഒക്കെ ഒരു ശുചീകരണം, ഒന്ന് കുൽക്കുഴിയൊക്കെ ചെയ്ത് വായൊന്ന് വൃത്തിയാക്കി ഒക്കെ ഖുർആൻ പാരായണത്തിന് മുന്നോടിയായി, ഖുർആൻ പഠനത്തിന് മുന്നോടിയായിട്ട് ആ കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം, അസ്സിവാകു മത്ഹറത്തുൻ ലിൽ ഫം മർളാത്തുൽ ലിറബ്ബ്. ഈ ദന്ത ശുചീകരണം
എന്ന് പറയുന്നത് എന്താ? അത് വായയെ ശുദ്ധീകരിക്കുന്നതാണ് ഈ സിവാക്ക് എന്ന് പറഞ്ഞാൽ ദന്തശുചീകരണം. മർലാത്തുല്ലി റബ്ബ്, അതുപോലെ തന്നെ റബ്ബിന് തൃപ്തികരമായിട്ടുള്ള കാര്യമാകുന്നു എന്ന് സഹീഹുൽ ബുഖാരിയിൽ നോമ്പുമായി ബന്ധപ്പെട്ട കിതാബിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെ കുറേ സംഗതികളുണ്ട്. അതുപോലെ തന്നെ ഖുർആനൊക്കെ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ബിസ്മി ഔദു ഒക്കെ ചൊല്ലണം അല്ലേ? ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. സൂറത്തുൻ നഹ്ലിലുള്ള ഒരു വചനമാണ് 98-ാമത്തെ വചനം. ഖുർആൻ ഓതുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ശപിക്കപ്പെട്ട പിശാച്ചിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു എന്നുള്ള ആ ഒരു പ്രാർത്ഥന. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതൊരു പ്രാർത്ഥനയാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? നിർവഹിക്കണം. ആ പ്രാർത്ഥന നിർവഹിച്ച് പിന്നെ എന്ത് ചെയ്യണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ബിസ്മിയൊക്കെ ചൊല്ലിക്കൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഖുർആൻ പാരായണം. പിന്നെ ഖുർആൻ ഇങ്ങനെ ഓതുമുണ്ടല്ലോ ഒട്ടനവധി കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതാറുണ്ടായിരുന്നത് എങ്ങനെയാ? വറത്തിലിൽ ഖുർആന തർത്തീല എന്നാണ്. ഓരോ പദങ്ങളും വ്യക്തമായി സ്ഫുടമായി അതിൻ്റെ ആ ഒരു പിന്നെ പ്രൊനൗൺസിയേഷൻ, അതിൻ്റെ ഉച്ചാരണം, അതിൻ്റെ ഭംഗി നിലനിർത്തിക്കൊണ്ട് ആ രൂപത്തിൽ വ്യക്തമായിക്കൊണ്ട് ആണ് ഓതാറുണ്ടായിരുന്നത് എന്നാണ്. ഉറത്തിലിൽ ഖുർആന തർത്തീല എന്ന് മാത്രമല്ല, ഓരോ പദങ്ങൾ ഓതുമ്പോൾ അതിൽ മണിക്കേണ്ട ഭാഗമുണ്ടാകും, നീട്ടേണ്ട ഭാഗമുണ്ടാകും. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ നിർവഹിക്കേണ്ടതെന്ന സഹീഹുൽ ബുഖാരിയിൽ 7527 നമ്പർ വചനത്തിൽ കാണാം. ലൈസ മിന്നാ മല്ലം യതഗന്ന ബിൽ ഖുർആൻ. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നീട്ടേണ്ട സ്ഥലത്ത് നീട്ടുക, മണിക്കേണ്ട സ്ഥലത്ത് മണിക്കുക. ആ രൂപത്തിൽ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ, തജ്വീദ് എന്ന് പറയും, അതൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പിന്നെ പാലിക്കേണ്ടത്. ചില അക്ഷരങ്ങൾ കൊഴിഞ്ഞു പോകാൻ പാടില്ല, അക്ഷരങ്ങൾ വർദ്ധിക്കാനും പാടില്ല. ഖുർആൻ ഓതുമ്പോൾ പലപ്പോഴും ചില ആളുകളൊക്കെ ഓതുമ്പോൾ ചില അക്ഷരങ്ങൾ കേൾക്കാൻ കഴിയില്ല. അപ്പം അങ്ങനെ പാടില്ല. എന്ത് ചെയ്യണം? വഖഫിൻ്റെ നിയമങ്ങളുണ്ട്. അതല്ലാതെ തന്നെ വ്യക്തമായ ആളുകൾ കേൾക്കേണ്ട ചില അക്ഷരങ്ങളൊന്നും കേൾക്കാതെ അങ്ങോട്ട് പാരായണം ചെയ്യും. അതൊക്കെ തന്നെയും തെറ്റായ കാര്യമാണ്. പിന്നെ എന്ത് ചെയ്യണം? ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നല്ല ഖുശൂ, ഭക്തി വേണം. ഭക്തിയോടുകൂടെ ആയിരിക്കണം ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. മറ്റ് ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഒന്നുകൂടെ പറഞ്ഞ് നിർത്താം. നിങ്ങൾ നോക്കൂ, നബി സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ളൊരു ഹദീസിൽ പറയുന്നത്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഖുർആൻ ഓതുമ്പോൾ പിന്നെ നരകത്തെക്കുറിച്ചുള്ള വചനങ്ങൾ വരുമ്പോൾ അള്ളാഹുവിനോട് നരകത്തുനിന്ന് കാക്കണേ, രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്ന, സ്വർഗത്തെക്കുറിച്ചുള്ള ആയത്ത് വരുമ്പോൾ റബ്ബേ ഞങ്ങൾക്ക് സ്വർഗം പ്രദാനം ചെയ്യണേ എന്ന് പറയുമായിരുന്ന. അങ്ങനെ നിങ്ങൾ നോക്കൂ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ഇങ്ങനെ ഓരോ സംഗതികൾ, തസ്ബീഹ്, അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടുള്ള വചനങ്ങൾ വരുമ്പോൾ തസ്ബീഹ് ചെയ്യുമെന്ന, അങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ട മര്യാദകളും കാര്യങ്ങളൊക്കെ പാലിച്ച് ആ ഇഖ്ലാസോടുകൂടെ നാളെ റബ്ബിൻ്റെ കോടതിയിൽ നമ്മുടെ നന്മയുടെ തുലാസിൽ ഘനം തൂങ്ങണം. പരലോകത്ത് മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാവരും ഓടി അകലുന്ന ആ ഘട്ടത്തിൽ നമ്മുടെ നന്മയുടെ തുലാസിൽ ഘനം തൂങ്ങണമെന്നുള്ള ആ ഒരു ഇഖ്ലാസോടുകൂടെ, നല്ല നിയ്യത്തോടുകൂടെ ആയിരിക്കണം നമ്മൾ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ഏറ്റവും നല്ല വ്യക്തികളായിട്ട് ഖുർആനിനെ സമീപിക്കുവാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ കൊണ്ട് വിജയം വരിക്കുന്ന അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.